அம்மா என்னது பொங்கலா? பொங்கல் ஓகே. சாப்பிடுவீங்களா? ഫസ്റ്റ് ടൈം സാപ്പിടുங்க സൂപ്പറാണ്. ഈ വന്ന് വീഴുന്നില്ലേ എന്താ പറയോ, സൺഫ്ലവറിന്റെ സീഡാണ് ഈ വന്ന് വീഴുന്നത് ടിപ്പറിനകത്ത്. നമുക്ക് നാളെ രാവിലെ കാണാൻ പറ്റും. ബിനീഷ എന്തുകൊണ്ട് കണ്ടിട്ട്? നിന്റെ അടുത്ത് ഞാൻ മിണ്ടത്തില്ല. എന്ത് നിന്നെ കയറ്റിയില്ലെന്നോ? എന്നെ മുതു കൊള്ളി, നിനക്ക് അറിയോ മിഷീന്റെ സൈലൻസർ ചെയ്യുന്നു. ബിനീഷ ചോളാണ് ഫുള്ള് കേട്ടോ. നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ വേറെ എന്തോന്ന് വിചാരിക്കും, പക്ഷെ അടുത്തോട്ട് വന്നാലേ ഉണ്ടോ ചോളമാണ്. ഇത് നാളെ രാവിലെ നമ്മളിത് എങ്ങനെ കളക്ട് ചെയ്യുന്നു, ചോളപ്പാടത്ത് പോയി മെഷീൻ ഉപയോഗിച്ച് ചോളം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നൊരു കാഴ്ച നമ്മൾ കാണാൻ പോകുക കേട്ടോ. നമ്മളങ്ങനെ എവിടെ എത്തി? മണിയണ്ണൻ്റെ വീട്ടിലെത്തിയില്ലേ? വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അമ്മ നമുക്ക് കഴിക്കാൻ തന്ന സ്വീറ്റ്സ് കേട്ടോ. അതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഇതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് നല്ല സ്വീറ്റാ, നല്ല സ്വീറ്റാ. പിന്നെ ഇത് ഇച്ചിരി എരിവുണ്ട്, ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഞാൻ വിചാരിച്ചത് വെണ്ട. അയ്യോ നല്ല രസമുണ്ടല്ലേ, നോക്കി. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഒരുപാട് മലയാളികൾ നമ്മളെ ഉദാഹരണം എക്സാമ്പിൾ ഞാനായാൽ പോലും, ഞങ്ങൾ കൊല്ലക്കാരന്റെ പ്രത്യേകത അറിയാൻ വയ്യ, ഇങ്ങനെ ഒരാൾ വന്ന് നമ്മൾ അങ്ങനെ വീട്ടിൽ പരിചയമില്ലാത്ത ഒരാളിനെ നമ്മൾ അങ്ങനെ വീട്ടിൽ താമസിപ്പിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം ഞങ്ങൾക്ക് ആപ്പടാ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറത്തെ ബന്ധം കൊണ്ട് ഞങ്ങളെ വിളിച്ചിരിക്കുവാണ് അവർ വീട്ടിൽ തന്നെ താമസിക്കാന്ന് പറഞ്ഞ്. പക്ഷെ ഇതേപോലെ ഞങ്ങൾ ഓൾ കേരള എൻ്റെ ഇലക്ട്രിക് വണ്ടി യാത്ര ചെയ്തപ്പം ഞങ്ങൾ എവിടെ വെച്ചായിരുന്നു, കോഴിക്കോടാണ് മലപ്പുറത്ത് എവിടെ വെച്ച് ഒരു ചേട്ടൻ എന്നൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വാ വാ ഞങ്ങൾ വീട്ടിലോട്ട് വാ, ഞാനൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് ആഹാരം എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾ വാ വാ വാ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകണം. എൻ്റെ ലൈഫിൽ 2ാമത്തെ ആളാണ് ഈ കാണാൻ പോകുന്നത്. കാരണം ഇത്രയും അടുത്ത് ഞങ്ങളോട് ബ്ലിങ്ക് ചെയ്യുന്ന ഒരാളില്ലേ. വിനീഷ എക്സ്പീരിയൻസ് പറ. അന്നേരം വെറുതെ പറഞ്ഞില്ല. എനിക്കൊരു അബദ്ധം പറ്റി. ഇങ്ങോട്ട് വരുമ്പോ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. മഹാപാവി, ഞാനിപ്പോ ഇത് വലിച്ചു വെച്ചിരിക്കുക വീഡിയോ എടുക്കുന്നുണ്ട്. എന്തോ അടിച്ച് കാണത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. പിന്നെ എന്താ പറയാ, സത്യം പറഞ്ഞ സന്തോഷമാണ് ഇപ്പൊ ഈ 2ാമത്തെ ജേർണി പോകുമ്പം. കാരണം തമിഴ്നാട്ടിൽ നമുക്ക് പരിചയക്കാരും, ഫസ്റ്റ് ആയിട്ടാണ് ഒരു ആള് അല്ലേ. ഞങ്ങൾ ഇത്രയും 38 ജില്ല നമ്മള് യാത്ര ചെയ്തതിൽ ഒറ്റ കോണ്ടാക്ട് മാത്രമേ നമുക്കുള്ളൂ. കാരണം നമ്മൾ എവിടെയും നിക്കുന്നില്ല, ആരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ശരിയാ, എന്റെ തമിഴ് കേൾക്കുമ്പോഴേ വിളിച്ചിരിക്കും, എന്നിട്ട് പറയും കുഴപ്പമില്ല നന്നായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ. പക്ഷെ അവർക്ക് ഒട്ടും മലയാളം അറിയത്തില്ല കേട്ടോ, അവർക്ക് ഒട്ടും മലയാളം അറിയത്തില്ല. അതെന്താ അറിയാൻ പറ്റും, നമ്മൾ മലയാളികൾക്കാന്നു. കാരണം പറഞ്ഞാലേ ഞാനൊരു CS സ്മാർട്ടിന്റെ വീഡിയോ തമിഴ്നാട്ടിൽ പോയി ചെയ്തായിരുന്നു, തെങ്കാശിയില്. നമ്മളവിടെ ഫുള്ളും തമിഴ് റെക്കോർഡ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ഏകദേശം ഒരു 2 മില്യൺ അടുപ്പിച്ച വീഡിയോ റീച്ച് വന്നായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ മലയാളികൾക്ക് തമിഴ് നല്ലോണം അറിയാം. അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലേ ഇത്. നമ്മൾക്ക് അവരുടെ പക്കാ തമിഴ് മനസ്സിലായില്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ പ്രൊണൗൺസിയേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവും. അതെ അതെ, നിന്നെ കാണിച്ചുകൊണ്ട് സംസാരിക്കും. അല്ല നീ ഇനി എന്താ പറയുന്നേന്നുള്ളതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്, അവരുടെ ആ ഒരു ഭയങ്കര ഒറിജിനൽ തമിഴ് നമുക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊന്നും അറിയത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവര് വായും പൊളിച്ച് ഇങ്ങനെ നിക്കത്തേ ഉള്ളു അല്ലേ. പിന്നെ നമ്മൾ നമ്മുടേതായ ഭാഷയിൽ തമിഴ് രൂപീകരിക്കും. അതിന്റെ സംഭവം അറിയാം, നമ്മൾ നമ്മുടേതായ ഭാഷയിൽ പിന്നെ തമിഴ് രൂപീകരിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവും. അപ്പൊ നമ്മളുമായിട്ട് സംസാരിക്കും. പക്ഷെ സ്ഥലപ്പേരും നോക്കണം, മറന്നു കേട്ടോ ആ സ്ഥലപ്പേര്. തെങ്കാശിന്ന് എന്തായാലും ഒരു 80-90 കിലോമീറ്ററുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചോളപ്പാടാണ്, ഫുള്ള് ചോളപ്പാടമാണ്. അത് നമ്മളെ പോപ്കോൺ ചോളം ഉണ്ടല്ലോ, അതാണ്. അതിന്റെ അന്ന് മരുന്നടിക്കുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടത്. ഇപ്പൊ അത് വിളവെടുക്കാറായി, നിങ്ങൾ വരണം എന്ന് കഴിഞ്ഞ മാസമേ വരണം എന്ന് പറഞ്ഞ. പക്ഷെ ഞങ്ങള് ഇങ്ങോട്ട് ഫോൺ പിന്നെയും വരുന്നതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ പിന്നെ പോകാൻ തീരുമാനിച്ചത്. കാരണം അദ്ദേഹം ഞങ്ങളെ ആദ്യം വിളിച്ചപ്പോ നമ്മൾ വിചാരിച്ചൊരു ഹായ് ഹൂയി പറഞ്ഞ് അങ്ങ് വിടും അല്ലേ. പിന്നെ വിളിച്ചിട്ട് വരണം, വീഡിയോ എടുക്കണം. പിന്നെ ഞങ്ങൾക്ക് വേറെ കുറെ സ്പോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അങ്ങനെ കുറെ കാര്യങ്ങള്. സത്യം പറഞ്ഞാൽ ഒരു
ഒരടിപൊളിയാണ് അല്ലേ? അതെ അതെ. അന്നേരം അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇന്നത്തെ ദിവസമല്ല, ഇനി ഒരു 3-4 ദിവസം നമ്മളുടെ വീഡിയോസ് അതായിരിക്കും കേട്ടോ. അന്നേരം വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുകൂടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ആണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം അതിന്റെ എഫേർട്ട് ഞങ്ങൾ അത്രയ്ക്ക് ഇട്ടിട്ടാണ് ഈ വീഡിയോ യാത്രകളെല്ലാം ചെയ്യുന്നത്. ഏത് വീഡിയോയിലും ഞങ്ങൾ അതേ കണക്കിൽ എഫേർട്ട് ഇട്ടാണ്. അതെ, എഫേർട്ട് ഇടുന്നെന്ന് പറഞ്ഞാൽ അത് ഓക്കെ, പക്ഷെ എങ്കിലും നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കുക അല്ലേ? എത്രയോ പേര് പോകാൻ പറ്റാത്ത ആൾക്കാർ, നമ്മളുടെ ഒരു സന്തോഷമാണത് നിങ്ങളെ കാണിക്കാൻ. ചെറിയ കമന്റ്, ഞങ്ങൾക്ക് അറിയുന്ന അറിവുകൾ വെച്ച് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നു. നിങ്ങളുടെ കമന്റും ഷെയറും ഒക്കെയാണ് ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യുക. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്, യൂട്യൂബ് ചാനൽ അത്യാവശ്യം അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വീഡിയോ കയറിയില്ലെങ്കിലും കുറെ വീഡിയോ ഒക്കെ അത്യാവശ്യം അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യം കേട്ടോ. എനിക്ക് അങ്ങോട്ട് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, വണ്ടി ഓടിക്കുവാണ്. മാക്സിമം തമിഴ്നാട്ടിലൂടെ കേറാൻ നോക്കണം. കാരണം റോഡ് ഇച്ചിരി നല്ലതായിരിക്കും. നമ്മൾ ഈ റോഡ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, കൊല്ലം തെങ്കാശി റോഡ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോ എത്തി, 6 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലേ? അതെ അതെ. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഓക്കെ വിനീഷേ, എന്തോ അത് പരുത്തിയോ? കേറി വാ. നമ്മള് യാത്രയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വിജനമായൊരു സ്ഥലമാണ്, പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് പരുത്തി കൃഷി ഇവിടെ കാണാൻ കേട്ടോ. അങ്ങ് ഏറ്റത്തോട് കേട്ടോ. ഇപ്പൊ സമാധാനമായ കോമഡി ആയിരുന്നു ഇത്. ഞാൻ വെണ്ടയാന്ന് കരുതി ഇരിക്കുവായിരുന്നു. എന്റെ വായിന്നുള്ളെല്ലാം കേൾക്കാം. ഞാൻ ഇവിടുത്തെ അത് പരുത്തിയെന്ന് പറയുമ്പോ വെണ്ടയാ. ഞാൻ വിചാരിച്ചത് വെണ്ട. അയ്യോ നല്ല രസമുണ്ടല്ലേ, നോക്കി. പ്രത്യേകിച്ച് മണമൊന്നുമില്ല, കുരുണ്ട്. ഈ സാധനമാണ് നമ്മൾ ഹോസ്പിറ്റലിലും തുണി ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. കൊള്ളാം. പക്ഷെ സോഫ്റ്റ് ആണോ? നല്ല സോഫ്റ്റ്. ഇത് തന്നെ നല്ല നല്ല രസമുണ്ട്, കൊള്ളാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാനിത് വെണ്ടയാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത് നമ്മുടെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, മണ്ണിന്റെ പ്രത്യേകത. അപ്പൊ ഞങ്ങളിതേ പരുത്തിയൊക്കെ പറിച്ച്, ഇവ എന്റെ അടുത്ത് പറഞ്ഞത് പരുത്തിയാണ്. പക്ഷെ എന്റെ നാട്ടില് പരുത്തി എന്ന് പറയുന്നത് വേറൊരു മരമായിട്ടാ. ഞാൻ വിചാരിച്ചത് വെണ്ടയായിരിക്കും എന്ന്. എന്താണ് അമൽ സാറിന് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, വായിക്കിടന്ന് എന്റെ വാക്കിന്നുള്ള എല്ലാം കേട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒന്നും പറയുന്നത് പരുത്തി അല്ല, വേറെന്തോ മറ്റേ മറിച്ചാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നമ്മളെ മക്കത്തോട് കയറി വരും. അങ്ങനെ വാരണമുട്ടി എന്നൂടെ, വാരണമുട്ടി എന്നൊരു സ്ഥലത്ത് വന്നിരിക്കുക. തമിഴ്നാടിനാണ്, കുളിച്ച് ഉള്ളേരിയാണ്. നല്ല അടിപൊളി പ്രകൃതി ഭംഗി, കാറ്റാടി എല്ലാം ഉള്ള സ്ഥലമാണ്. നല്ല വെയിലുണ്ട്. നല്ല വെയിലും ഉണ്ട്. നല്ല വെയിൽ കട്ട ചൂട് കേട്ടോ. പഴുക്ക് നിന്ന് എന്നാലും അതിന് ഇടയ്ക്കൂടെ കർഷകരൊക്കെ ജോലി ചെയ്യുന്ന കാര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റും കേട്ടോ. ചെറിയ ചെറിയ പരുത്തിയിൽ പോലും കായുണ്ട്. ഓക്കെ, ആ ഒരു കാഴ്ച ഒന്ന് കാണിച്ചു കൊടുത്ത മുമ്പോട്ടുള്ള മനോഹരമായ ചുട്ടു പൊള്ളി കിടക്കും. പൊള്ളി എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളി. നിങ്ങൾ കാണുന്നില്ല, കരിഞ്ഞു നിക്കുന്നത് ശരിക്കും ചോളമാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് എല്ലാം ഇതുപോലത്തെ നോക്ക് കരിഞ്ഞാ നിക്കുന്ന. പക്ഷെ എന്താ ഇതിങ്ങനെ കരിഞ്ഞിട്ടാണോ ഇവര് പറിക്കുന്നേ, അതോ ഇനിയും വിളവെടുത്ത് കഴിഞ്ഞതാണോ എന്നല്ലേ ഒരു ഡൗട്ട്. ഞാൻ നോക്കിയപ്പോ അതിനകത്തൊന്നും വയനാട് കാണാനില്ല. എനിക്ക് മണിച്ചോളം എന്നൊരു സാധനം ഉണ്ടല്ലേ, ചെറിയ ചോളം. അതിന് അതാണോ അറിയാൻ വയ്യ, നിർത്തിയേക്കുവാണോ എന്തോ അറിയാൻ വയ്യ. അത് വെള്ളം കിട്ടാതെ കരിഞ്ഞു പോയതാണോ ഒന്നും ഒരു പിടുത്തമില്ല. പക്ഷെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. AC ഇട്ടിട്ട് പോലും നല്ല ചൂട്, ഭയങ്കര ചൂട്. എന്നാലും നമ്മൾ ആ ഒരു വീട്ടിലോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പക്ഷെ ഒരു കട പോലും ഇല്ല. ഞാൻ വിചാരിച്ചിട്ട് ജ്യൂസ് വെള്ളത്തിൽ കുടിക്കാന്ന് വിചാരിച്ച ഒരു കട പോലും. ഒരു ഡയറി മിൽക്ക് ആഗ്രഹിച്ചിട്ട് മണിക്കൂർ എത്രയായി. ശരി, നീ കൊറേ നേരമായിട്ട് പറയുന്നില്ലേ ഒരു ഡയറി മിൽക്ക് വേണം, ഡയറി മിൽക്ക് വേണമെന്നേ. പക്ഷെ ഇതുവരെ കൊച്ചുകുട്ടിയല്ലേ, ഡയറി മിൽക്കേ ഇറങ്ങും. ഓക്കെ, എന്നാ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ എവിടെ എത്തി? മണിയണ്ണന്റെ വീട്ടിലെത്തിയില്ലേ? വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അമ്മ നമുക്ക് കഴിക്കാൻ തന്ന സ്വീറ്റ്സ് കേട്ടോ. അതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഇതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് നല്ല സ്വീറ്റാ, നല്ല സ്വീറ്റാ. പിന്നെ ഇത് ഇച്ചിരി എരിവുണ്ട്, ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ആളാ, പക്ഷെ വീഡിയോ എടുപ്പൊന്നുമില്ല. വന്ന് ഉടനെ കയറി കഴിപ്പ് തുടങ്ങി.
അല്ലേ? അവർ വന്ന് കയറിയപ്പോഴേ അവിടുത്തെ അമ്മ സ്വീകരിച്ച് ഒരു കുപ്പി വെള്ളവും തന്നു, ഈ ലൈറ്റും തന്നു. 2 പേർക്കും തന്നു, അവൾക്കൊന്നും കൊടുത്തു കേട്ടോ. ഞാൻ അടുത്ത എങ്ങോട്ടാ പോന്നെ? ചോളപ്പാടത്തോട്ടോ? ഇത് കഴിഞ്ഞിട്ട് ഇത് ഫിനിഷ് മുറിച്ച ഉടനെ പോയിടും. ഈ വീടിനകത്തുനിന്ന് ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ കാറ്റാടി കാറ്റാടി കറങ്ങുന്നില്ല കേട്ടോ. വീട് ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. ഒരു നമ്മളിനി കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടാണോന്ന് അറിയില്ല, കുറച്ച് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ ഈ ഇവിടെ താമസിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. പക്ഷേ ഒരു സ്റ്റെയർ ഉണ്ട് മുകളിലോട്ട് കയറാൻ. നടുവിൽ നടുമുറ്റം പോലാണ്. പിന്നെ അപ്പുറത്ത് തന്നെ നമ്മൾ ബാത്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്താണ് അടുക്കള വരുന്നത്. കൊള്ളാമല്ലേ? അവൾക്ക് തീറ്റയാണ്. മണിച്ചേട്ടൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്തുവാ മണിച്ചേട്ടൻ ആൾ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ബിനീഷ് അവിടെ തകർത്തിരുന്ന് കഴിക്കുക. പുറത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പോകുന്നുണ്ടോ? പിന്നെ നമ്മളിവിടെ ഒരു പാറ തുരന്നുണ്ടാക്കിയ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം കൂടെ കാണണം. അത് വൈകുന്നേരം കാണാൻ പറ്റത്തുള്ളൂ. അന്നേരം മറ്റേ മണിച്ചേട്ടൻ വരണം. അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ടായിരുന്നു. എന്നാൽ അടുത്തൊന്നും കൂടെ ഇവിടുന്ന് അങ്ങോട്ട് പോവുക. பிடிச்சி விளையாடுவோம் கொண்டு கொண்டு விடுவோம் பிடிச்சிக்கிறாங்க வச்சுக்க கேட்டான் பாட்டி கோழி குஞ்சு இருக்கிற மரம்பாட்டி நேற்று சின்ன பையன் 2 பேரும் கிளம்புறாங்க. அவங்க அம்மா தான் டியூஷனுக்கு போகணும்னு சொல்லி விட மாட்டேன்ட்டேன். അയ്യോ 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 ഭയങ്കര കരച്ചില്. അങ്ങ് വിട്ടായിരുന്നു, ഞാൻ കൊല്ലണ്ട. അയ്യോ കഷ്ടമുണ്ട്. വിടട്ടെ? തള്ളി ஓடி தப்பி ஓடிக்கிறேன் அம்மாட்ட. இங்கேருந்து போகிறாங்க. அப்போ மாப்பிள்ளை அழைச்சி போகிறாங்க. ഞങ്ങള് പറഞ്ഞ പോലെ ആ ചേട്ടന്റെ വീട്ടിലെത്തി. കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. ആള് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ. ആള് ജോലിയുടെ തരത്തിലൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ ഞങ്ങള് ഫൈനലി ആ ചേട്ടന്റെ വീട്ടിലെത്തി. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്. അല്ലേ അല്ലേ അമൽ ചേട്ടാ? കുറെ സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അവസാനം ആള് വന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തു പോവാണ്. പുറത്തു പോവാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പഴയ കാലത്തെ ഒരു ടെമ്പിൾ ഉണ്ട്. അതിന് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എത്ര 1030 years ago അത്രയും പഴക്കമുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി പോണം. അതിന് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കല്ലിൽ കൊത്തിയതോ ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നാലേ നമുക്ക് അതൊരു വലിയൊരു മലയാണ്, ഒരു പാറമല. ആ മലയുടെ മുകളിൽ നിന്നും തുറന്നു വരുന്ന താഴോട്ട് പോയി ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ ആ ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ്. അളിയെ ഇങ്ങോട്ട് എടുത്തേ. കുറെ നേരം അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട്. ഇതാണ് നമ്മളാണ് കേട്ടോ. ഹായ്, പേര് പറ, പേര് சொல்லு. மணிகண்டன். கோவில் அழகாபுரம் பாலகிருஷ்ணன் ஊரு. ஓகே, நம்ம மாவட்டம் பேர் என்ன? நம்ம மாவட்டம் வந்து தூத்துக்குடி மாவட்டம். தூத்துக்குடி. இவங்க வந்து நம்ம ஃப்ரெண்டு பேரு அமல் பாபு. அவங்க பேர் பினிஷா. ட்ரோன் வீடியோ பண்ணும்போது நான் உங்களுக்கு சப்போர்ட் பண்ணேன். மறுபடியும் நம்ம சரி நம்ம ஊர் லாக் பண்ணான்னு சொல்லிட்டு திருப்பியும் நான் கால் பண்ணேன். வந்துட்டாங்க காலையிலேயும். நான் கொஞ்சம்
வெளியே போயிருந்தேன். இப்போதான் வந்து பார்த்துட்டு திருப்பி பக்கத்தில் நம்ம கழுகுமலை இருக்குது சொல்லிட்டு அங்கே டெம்பிள்ஸ் மேலே ராக்ஸ் இருக்குது. 1300 அகோ முன்னாடி வந்து அந்த டெம்பிள் வந்து கட்டினது. அதை நம்ம போய் விளாக் பண்ண போகிறோம். விளாக் பண்ணிட்டு இப்படி இருந்தால் லைக் பண்ணுங்க. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്നെക്കാട്ടും നല്ല രീതിയിൽ തമിഴ് പറയുന്നുണ്ടോ? തമിഴോ? അല്ല, കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ അങ്ങോട്ട് പോകണം. അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാൻ പോകുന്നില്ലേ? ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യരുത് ഇല്ലേ? ഓക്കെ.